കുർബാന തർക്കം സിറോ മലബാർ സഭയിൽ ഇന്നും ഇന്നലെയും നാളെയും ഒന്നും അവസാനിക്കുന്ന ഒരു ലക്ഷണവുമില്ല. സഭ മുഴുവൻ ഈ തർക്കം വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതിന് ഒരു തരത്തിൽ നന്ദി പറയേണ്ടത് എറണാകുളം രൂപത തലവന്മാരായ റാഫേൽ പാമ്പ്ലാനി പിതാക്കന്മാരോടാണ്. കാരണം സഭയും വിശ്വാസികളും കാലമേറെ ചെന്നാലും നിങ്ങൾ മറക്കില്ല. പിതാക്കന്മാരെ സഭയെ വഞ്ചിച്ച വിഭജിച്ച വിമത പടത്തലവന്മാരെന്ന് നിങ്ങൾ അറിയപ്പെടും. ബിഷപ്പ് ഭരണിക്കുളങ്ങര അദ്ദേഹത്തിൻ്റെ ഗൂഢനീക്കങ്ങൾ അങ്ങ് ഫരീദാബാദിലും പ്രയോഗിച്ചു തുടങ്ങിയതോടെ ഫരീദാബാദ് രൂപതയും ഇപ്പോൾ കലഹത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഏകീകരണം പൊളിച്ചടുക്കുകയെന്ന മാർ പാമ്പ്ലാനിയുടെ ആഗ്രഹം അതാ ഇങ്ങനെ നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഫരീദാബാദ് രൂപതയിൽ വീണ്ടും കുർബാന തർക്കം ഉടലെടുത്തിരിക്കുന്നു. ഫരീദാബാദിലെ ഏകീകൃത കുർബാനാർപ്പണം ജനാഭിമുഖമാക്കി വേണമെന്ന ഭരണിക്കുളങ്ങരയുടെ നിർബന്ധത്തിലുടക്കി ഫരീദാബാദ് രൂപതയിലെ ടാഗോർ പള്ളിയിലെ കുർബാനാർപ്പണം തടസ്സപ്പെട്ടു. ഈ ദുഃഖവാർത്തയാണ് ഞായറാഴ്ച രാവിലെ പുലർച്ചെ വിശ്വാസികളെ വരവേറ്റത്. കടുത്ത പ്രതിഷേധത്തിലാണ് ഇപ്പോൾ വിശ്വാസികൾ. അവർക്ക് വേണ്ടത് ജനാഭിമുഖമല്ല, ഏകീകൃത സമവായ കുർബാനയാണ്. ആരാധനാക്രമം വിഭജനത്തിനുള്ള വേദിയാക്കരുത് എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ആരാധനാക്രമത്തിലെ ചിഹ്നങ്ങളും അടയാളങ്ങളുമൊക്കെ ക്രിസ്തുവിലുള്ള ഐക്യത്തെയാണ് പ്രതിനിധാനം ചെയ്യേണ്ടത്. സഭയുടെ പാരമ്പര്യങ്ങളെ ബഹുമാനിക്കണമെന്നും അത് വിഭജനമുണ്ടാക്കാതെ ഒരുമിച്ചുള്ള പ്രണയമേ മാറണമെന്നുമാണ് ഇപ്പോൾ സഭാ തലവന്മാരുടെ വിശ്വാസികൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ആരാധനാ ക്രമതർക്കങ്ങൾ സഭയെ ഭിന്നിപ്പിക്കാനുള്ള ബാഹ്യശക്തികളുടെ തന്ത്രമാണെന്ന് വിശ്വാസികൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. യുവതലമുറയെ അപകടകരമായ വഴിയിലേക്ക് നയിക്കാൻ ആരെയും സഭ അനുവദിക്കരുത്. സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വാഗ്ദാനങ്ങൾക്കും അപ്പുറം സഭയുടെ നിലനിൽപ്പിനെ വിശ്വാസികൾ ജാഗരൂകരാകേണ്ടതുണ്ട്. അല്ലാതെ ഇനി വേറെ വഴിയൊന്നുമില്ല. വിവിധ രീതികളിൽ കുർബാന അർപ്പിക്കുകയും അതിൻ്റെ പേരിൽ പരസ്പരം പോരാടുകയും ചെയ്തിരുന്ന സിറോ മലബാർ സഭയിൽ കുർബാന ഏകീകരിക്കാൻ തീരുമാനിച്ചത് 1999 കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ അധ്യക്ഷനായ സിനഡ് സമ്മേളനമായിരുന്നു. എന്നാൽ എറണാകുളം, തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, മാനന്തവാടി, താമരശ്ശേരി ഉൾപ്പെടെയുള്ള രൂപതകൾ ഈ തീരുമാനത്തെ അട്ടിമറിച്ചു. സഭയിൽ ആരാധനാക്രമ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് വീണ്ടും ഒരു ഏകീകരണ ശ്രമം നടത്തിയത്. അപ്പോൾ പാമ്പ്ലാനി 50-50 കൊണ്ടുവന്നു. എറണാകുളം ഒഴികെ എല്ലാ രൂപതകളിലും അല്പം ബുദ്ധിമുട്ടോടാണെങ്കിലും ഈ ഏകീകരണം നടപ്പിലായി. വിശ്വാസികൾ അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ 2 തവണ കത്ത് മുഖേനയും 1 തവണ നേരിട്ട് വീഡിയോ സന്ദേശം മുഖേനയും എറണാകുളം രൂപതയോട് അനുസരണയും ഏകീകരണവും ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തെ അനുസരിക്കാൻ, ഏകീകരിക്കാൻ എറണാകുളം വിമത വൈദികർ കൂട്ടാക്കിയില്ല. അന്നു മുതൽ ഇന്നു വരെ സ്റ്റാറ്റസ് കോ തുടരുന്നു. എറണാകുളത്തെ വിമത വൈദികർക്ക് അനധികൃതമായി ജനാഭിമുഖ കുർബാന അനുവദിച്ചു കൊടുക്കുകയും അതുവഴി ആരാധനാക്രമ ഐക്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഇപ്പോൾ ബിഷപ്പ് പാമ്പ്ലാനി കൊണ്ടുവന്ന തന്ത്രം. അത് വിജയിക്കുകയും ചെയ്തു. പാമ്പ്ലാനിയുടെ ഈ വഞ്ചനാപരമായ നിലപാടാണ് ആരാധനാക്രമ പ്രശ്നങ്ങൾ വീണ്ടും മറ്റു രൂപതകളിലേക്ക് വ്യാപിക്കാൻ കാരണമെന്നതിൽ ഒരു സംശയമില്ല. അങ്ങ് ഫരീദാബാദ് വരെ എത്തിയിരിക്കുന്നു ഇപ്പോൾ ആരാധന തർക്കം. സഭാ നിലപാടിനെ തള്ളിപ്പറഞ്ഞ് ഏത് വിധത്തിലും വിധേയനെയും വിമതപക്ഷത്തെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് പാമ്പ്ലാനി കൈക്കൊണ്ടത്. എറണാകുളം വിമത വിഭാഗത്തിൽപ്പെട്ട ഫരീദാബാദ് ബിഷപ്പ് ഭരണിക്കുളങ്ങര ജനാഭിമുഖത്തിൻ്റെ ഏറ്റവും വലിയ വക്താവാണ്. ഏകീകരണത്തെ എതിർക്കുന്ന നിലപാടാണ് അന്ന് തൊട്ടേ ഭരണിക്കുളങ്ങരയ്ക്കുള്ളത്. എന്നാൽ വിശ്വാസികളുടെ അതിശക്തമായ സമരങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെ മുന്നിൽ അന്ന് ഭരണിക്കുളങ്ങരയ്ക്ക് കാലിടറി ഗത്യന്തരമില്ലാതെ ഏകീകരണം നടപ്പാക്കി. ഇതിനിടയ്ക്ക് ഫരീദാബാദ് അതിരൂപതയും വിമത വിഭാഗക്കാരനായ ബിഷപ്പ് ഭരണിക്കുളങ്ങരയെ അവിടെ കൊണ്ട് ആർച്ച് ബിഷപ്പാക്കിയതോടെ ഫരീദാബാദ് രൂപതയുടെ കഷ്ടകാലവും തുടങ്ങി. ബിഷപ്പ് പാമ്പ്ലാനി എറണാകുളത്ത് അനിയന്ത്രിതമായി ജനാഭിമുഖ കുർബാന അനുവദിച്ചു കൊടുത്തത് അത് മുതലാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഭരണിക്കുളങ്ങര മെത്രാനങ്ങ് ഫരീദാബാദിൽ. എറണാകുളം എവിടെ കിടക്കുന്നു, ഫരീദാബാദ് എവിടെ കിടക്കുന്നു? ജനാഭിമുഖ കുർബാന പുനഃസ്ഥാപിക്കാനുള്ള കടുത്ത നീക്കമാണ് ഇപ്പോൾ ഭരണിക്കുളങ്ങര തുടങ്ങി വച്ചിരിക്കുന്നത്. വിശ്വാസികൾ പ്രതിഷേധവുമായി വീണ്ടും തെരുവിൽ ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഫരീദാബാദ് രൂപതയിലെ വിശ്വാസികൾ.